everyone, this is Rizwana, your commerce faculty from DZone campus. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് എത്തിക്സ് എന്നുള്ളതാണ്. ഓക്കെ, എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ റൂള്, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്തിക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റഡിയാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് ഉത്തരവാദിത്തമുള്ളത്, എന്താണ് ഉത്തരവാദിത്തമില്ലാത്തത്, എന്താണ് നമ്മൾ അനുസരിക്കേണ്ടത്, എന്തൊക്കെയാണ് കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ എന്നതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പഠനത്തെയും കൂടെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? എത്തിക്സ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ, ട്രാൻസാക്ഷൻസുകളെല്ലാം റൈറ്റ് ആയിട്ടുള്ള വേയിലാണോ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ നമ്മളെ യൂസ്ഫുൾ ചെയ്യുന്ന ഒന്നാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബിസിനസ് എത്തിക്സിന് പ്രധാനമായിട്ടും 4 ഒബ്ജക്റ്റീവ്സുകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് എന്താണ്? പേഴ്സണൽ ലെവലാണ്. ഓക്കെ, പേഴ്സണൽ ലെവൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളും എന്ത് ചെയ്യരുത്? ആ ഒരു ഓർഗനൈസേഷനെ മിസ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോപ്പർട്ടിയെ മിസ്യൂസ് ചെയ്യുന്ന തരത്തിൽ എന്ത് ചെയ്യരുത്? പ്രവർത്തിക്കരുത്. അതുപോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതിലുപരി അവരെന്തും കൂടെ ചെയ്യണം? ആ ഒരു ഓർഗനൈസേഷൻ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ സാധിക്കണം. അതാണ് ഒരു ഓർഗനൈസേഷനിൽ പേഴ്സണൽ ലെവലിൽ ബിസിനസ് എത്തിക്സ് പാലിക്കേണ്ടത്. എന്നാൽ രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് ബിസിനസ് എത്തിക്സിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് സൊസൈറ്റിയൽ ലെവലാണ് അല്ലേ. ഏതൊരു ഓർഗനൈസേഷനും എന്ത് ചെയ്യണം? സൊസൈറ്റിയോട് എന്തായിരിക്കണം? ഉത്തരവാദിത്തമുള്ളതായിരിക്കണം അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിരിക്കണം. എങ്ങനെയാണ് സൊസൈറ്റിയോട് ഒരു ഓർഗനൈസേഷൻ എത്തിക്കലി ബിഹേവ് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം? മാക്സിമം വേസ്റ്റേജസുകളെല്ലാം കുറച്ചിട്ട് എന്ത് ചെയ്യണം? മാക്സിമം നമുക്ക് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എൻവിയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടൊക്കെ ക്ലീൻ ആക്കി വെക്കുക. അതുപോലെ തന്നെ ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങൾ റീസണബിൾ പ്രൈസിന് എന്ത് ചെയ്യണം? ഒരു സൊസൈറ്റിക്ക്, ഒരു ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റണം? ഓഫർ ചെയ്യാനും കൂടെ സാധിക്കണം. അതാണ് സൊസൈറ്റി ലെവലിൽ ഒരു ബിസിനസ് എത്തിക്കലി ബിഹേവ് ചെയ്യേണ്ടത്. ദെൻ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്, അതായത് ബിസിനസ് എത്തിക്സിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലെവലാണ്. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ. അതായത് ആ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ്, ഷെയർ ഹോൾഡേഴ്സ്, ബാങ്ക്സ്, അതുപോലെ തന്നെ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് എന്നിവയെല്ലാം എന്താണ്? അല്ലെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? അവരെ ട്രീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്യാനും ആ ഒരു രീതിയിലായിരിക്കണം ആ ഒരു ബിസിനസ് എത്തിക്കലി സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ബിഹേവ് ചെയ്യേണ്ടത്. അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലെവല് ഒരു ബിസിനസ് എത്തിക്കലി ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ദെൻ നാലാമത്തെ ഒബ്ജക്റ്റീവ്, അതായത് നമ്മുടെ ബിസിനസ് എത്തിക്സിന്റെ നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്റേണൽ പോളിസി ലെവൽ. ഓക്കെ, ഇന്റേണൽ പോളിസി ലെവൽ എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ളത് അല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വരുന്നത് മാനേജേഴ്സ് ഉണ്ടാകും, ലീഡേഴ്സ് ഉണ്ടാകും, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാകും, അതുപോലെ തന്നെ എംപ്ലോയീസ് ഉണ്ടാകും. അപ്പോൾ ഇവരുമായിട്ടൊക്കെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു ഇന്റേണൽ പോളിസി ലെവലിൽ പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ലീഡർ എന്ത് ചെയ്യണം? മാക്സിമം അവിടെയുള്ള വർക്കേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിരിക്കണം. അതാണ് ഇന്റേണൽ പോളിസി ലെവലിൽ ഒരു ബിസിനസ് എത്തിക്കലി ബിഹേവ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് എത്തിക്സിന്റെ 4 ഒബ്ജക്റ്റീവ്സുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബിസിനസ് എത്തിക്സിന്റെ സ്കോപ്പുകളാണ്. ഓക്കെ, എന്തൊക്കെ സ്കോപ്പാണ് ബിസിനസ് എത്തിക്സിനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്കോപ്പായിട്ട് വരുന്നത് എന്താണ്? എത്തിക്സ് ഇൻ ഫിനാൻസ് അല്ലെ. എത്തിക്സ് ഇൻ ഫിനാൻസ് നമുക്കറിയാം, ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ബ്ലഡ് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ് അല്ലെ. അപ്പോൾ ആ ഒരു ഫിനാൻസ് അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിങ്ങിലൊന്നും മാൽ പ്രാക്ടീസസുകളോ ഇൻസൈഡർ ട്രേഡിംഗ് പോലെയുള്ള ഫ്രൗഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കരുത്. അവിടെയൊക്കെ നമ്മൾ എത്തിക്കലി ആയിട്ട് തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഫിനാൻസ് മേഖലയിലും ഒരു ബിസിനസ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് എത്തിക്സ് ഇൻ ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ
രണ്ടാമത്തെ സ്കോപ്പ്, ബിസിനസ് എത്തിക്സിന്റെ രണ്ടാമത്തെ സ്കോപ്പായിട്ട് വരുന്നത് എന്താണ്? എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ്. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ പബ്ലിക്കിന് എന്താണ് മാക്സിമം എന്താണ് റീസണബിൾ പ്രൈസിൽ മാക്സിമം ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് മാർക്കറ്റിൽ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യേണ്ട കാര്യമാണ് റീസണബിൾ പ്രൈസിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പബ്ലിക്കിന് സേവ് ചെയ്യണം. അതാണ് എത്തിക്സ് ഇൻ മാർക്കറ്റിംഗ്. എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതിയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മളെ ഗൈഡ് ലൈൻസ് ചെയ്യുന്ന ഒന്നും കൂടെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പല മേഖലകളിലും ഇപ്പോൾ നമ്മൾ ഫിനാൻസിന്റെ കേസിൽ പറഞ്ഞു എത്തിക്സിന്റെ, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന്റെ കാര്യങ്ങളിൽ പറഞ്ഞു. ദെൻ മൂന്നാമത്തെ സ്കോപ്പായിട്ട് ബിസിനസ് എത്തിക്സിന്റെ മൂന്നാമത്തെ സ്കോപ്പായിട്ട് വരുന്നത് എന്താണ്? എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസുകളെല്ലാം എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. അപ്പോൾ ആ ഒരു ഹ്യൂമൻ റിസോഴ്സസിനെ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. അവരുടെ ഏജിൻ്റെ ബേസിലോ അല്ലെങ്കിൽ റിലീജിയൻ്റെ ബേസിലോ ഡിസെബിലിറ്റീസിൻ്റെ ബേസിലോ അതുപോലെ തന്നെ അവരുടെ അപ്പിയറൻസ്, വെയിറ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലൊന്നും അവരെ ഒരിക്കലും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. അവരെ എപ്പോഴും ഈക്വൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യാൻ മാക്സിമം ഒരു ബിസിനസ് എന്ത് ചെയ്യണം? ട്രൈ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം, എത്തിക്കലി ആയിരിക്കണം അവരോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നാണ് എത്തിക്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സസിൽ പറയുന്നത്. ദെൻ നാലാമത്തെ സ്കോപ്പായിട്ട് വരുന്നത്, അതായത് ബിസിനസ് എത്തിക്സിന്റെ നാലാമത്തെ സ്കോപ്പായിട്ട് വരുന്നത് എത്തിക്സ് ഇൻ പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഉൽപാദനം അല്ലെ. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഉൽപ്പന്നവും എന്തായിരിക്കണം? ഡിഫക്റ്റീവ് ആയിരിക്കരുത്. അതായത് മാക്സിമം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. അതുപോലെ തന്നെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡിക്റ്റീവ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഉൾപ്പെടാതെ ആയിരിക്കണം നമ്മൾ ഓരോ ഉൽപ്പന്നങ്ങളും പബ്ലിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നാണ് എത്തിക്സ് ഇൻ പ്രൊഡക്ഷനിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് എത്തിക്സിന്റെ സ്കോപ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? എന്താണ് എത്തിക്സ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ എന്താണ് ബിസിനസ് എത്തിക്സ് പറഞ്ഞു, ബിസിനസ് എത്തിക്സിന്റെ ഒബ്ജക്റ്റീവ്സുകൾ ഏതൊക്കെയാണ്, സ്കോപ്പുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായത് ഇന്നെടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എന്താണ് നല്ലൊരു വീഡിയോസുമായിട്ട് മിസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.